നമസ്കാരം. സൂര്യ ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സെല്ലോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ മലയാള സിനിമയിൽ ഡാൻസിന് ഒരു പുതിയ റെവല്യൂഷൻ തന്നെ സൃഷ്ടിച്ച വൺ ഓഫ് ദ സീനിയർ മോസ്റ്റ് ആക്ടർ, അതായത് മലയാളത്തിലെ വെറ്ററൻ എന്നൊക്കെ തന്നെ എനിക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്, രവീന്ദ്രൻ സാറാണ് ഇന്നത്തെ എൻ്റെ ഗസ്റ്റ്. ഹായ് സർ, വിത്ത് എ ലോട്ട് ഓഫ് റെസ്പെക്ട് ഐ എം വെൽക്കമിങ് യു ടു ദ ഷോ. ഒരുപാട് സന്തോഷം. ഞാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറേഷനിലുള്ള അല്ലേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വരുന്ന ആ ഒരു ജനറേഷനിൽപ്പെട്ട ഒരു കുട്ടിയാണ്. സോ ഐ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ആസ്ക് യു. പക്ഷെ എനിക്ക് ആ ഒരു ഡിഫറൻസ് അങ്ങനെ അങ്ങ് പറയാൻ പറ്റത്തില്ല. കാരണം സാറ് എന്താ പറയാ, കാലത്തിന് മുന്നേ ജനിച്ചത് പോലെയാണ് തോന്നുന്നത്. ബിക്കോസ് യു ആർ ലൈക്ക് നമ്മളെ പോലെ തന്നെ ചിൽ അല്ലേ? അല്ല, അത് എപ്പോഴും ലൈഫ് ഒരു ലൈഫല്ലേ ഉള്ളൂ, ലൈഫ് അല്ലേ? സോ ലെറ്റ്സ് എൻജോയ്. അങ്ങനെ തന്നെ നമ്മളെപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു അരയും. അങ്ങനെ നിൽക്കുമ്പോൾ അത് ഈസി ആയിരിക്കും. അതിൻ്റെ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു ജോവിയൽ ക്യാരക്ടർ സാർ വരുമ്പോൾ തന്നെ എല്ലാവരിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. ഭയങ്കര ഒരു യൂത്തിൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് ഇത്ര നേരത്തെ ഒരു കോൺവേഴ്സേഷൻ. ബിക്കോസ് ഹി ഈസ് വെരി മച്ച് അപ്ഡേറ്റഡ് അബൌട്ട് എവറിത്തിങ് അല്ലേ? ലൈക്ക് നമുക്ക് ചുറ്റുമുള്ള ലോകത്തിനെ കുറിച്ച് നമ്മളെപ്പോഴും ബോധവാനായിരിക്കും. അത് മസ്റ്റാണ് ആക്ച്വലി. അത് അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ലോകം തമ്മിൽ മാറി നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഇതുമായിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു ഭാഗമാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മളൊരു ഭാഗമല്ലേ. അപ്പോൾ നമ്മൾ യു ഹാവ് ടു ബി like gel with everything what is happening around you, if the trend, yes, you have to be gel with the trend. If the culture change, yes, you have to gel with the culture change. You have to live if the climate change, you have to gel with the climate change. Everything that you have to, I mean, like we are built, that is default system of human being. ബട്ട് യു നോ വാട്ട്, എല്ലാവർക്കും ആ ഒരു ജെല്ലിങ് പ്രോസസ്സ് അങ്ങനെ പറ്റാറില്ല, അല്ലെങ്കിൽ മേ ബി അത്ര ഈസി അല്ല. ആൻഡ് പീപ്പിൾ ഡോണ്ട് കെയർ അത്രയും അങ്ങോട്ട് ജെല്ലാവാൻ. അതുകൊണ്ടായിരിക്കും മേ ബി ഇന്നത്തെ തലമുറയിലെയും ഈ ഒരു കൾച്ചറിനെയൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. എനിവേ, ഞാനിത് ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഡാൻസിലൊരു റെവല്യൂഷൻ തന്നെ കൊണ്ടുവന്ന ആളാണ് സാറിന്. അപ്പോൾ അന്നത്തെ കാലത്ത് സാർ ഈ ഹിപ്പി കൾച്ചർ, ഡിസ്കോ ഡാൻസ് ഒക്കെ ചെയ്ത് സാറാണത് കൊണ്ടുവരുന്നത്. അതുവരെ മറ്റേ മരം ചുറ്റി പ്രേമവും നായകൻ ഇങ്ങനെ നടന്നുകൊണ്ടാണ് ഞാനൊക്കെ പഴയ സിനിമകളിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ യൂത്തിനെ ആൾക്കാർ പറയുന്നത് പോലെ സാർ അന്ന് കേട്ടിരുന്നു? ഡെഫിനറ്റ്ലി നമ്മളൊരു ഓട്ട് പേഴ്സണായിട്ട് പലപ്പോഴും ചില സമയത്ത് അതിനെ കാണുന്നവരുണ്ടായിരുന്നു. കാരണം ബേസിക്കലി രണ്ട് ട്രഡീഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം പുറത്തുള്ള കൾച്ചറുമായിട്ട് വന്നിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് അതിനോടനുബന്ധിച്ച് ജീവിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ടായിരുന്നു. വളരെ ട്രഡീഷണലായിട്ട് വന്നിട്ടുള്ളതിനകത്തേക്ക് ഗ്രാമാന്തരീക്ഷങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും വന്നിട്ട് ഈ ഒരു വ്യത്യാസം, കാരണം കേരളം അന്ന് അത്ര ചേഞ്ചിലേക്ക് വന്നതല്ല, പക്ഷേ ലോകം മുഴുവൻ ചേഞ്ചിലേക്ക് വന്ന ഇപ്പോൾ ഈ 65 യു ആർ ടോക്കിംഗ് അബൌട്ട് ആൻഡ് 70s ആക്ച്വലി ഈ ലോകത്തിലെല്ലായിടത്തും ഭയങ്കര ഒരു കൾച്ചർ റെവല്യൂഷൻ ഉണ്ടായ ഒരു പീരീഡാണ് ഈ ഒരു 70s 65 ദാറ്റ് ഈസ് ആഫ്റ്റർ വിയറ്റ്നാം വാർ. സോ ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ എവിഡൻ്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അവിടെ ഭയങ്കര മ്യൂസിക്കുകാർ വന്നു, ഒരു ഹിപ്പി കൾച്ചർ വന്നു. ദാറ്റ്സ് ബേസിക്കലി അതൊരു സോക്കോൾഡ് പേരിട്ടതാരോ, പക്ഷേ ദാറ്റ് ദേ വർ റിബലിങ് ആക്ച്വലി വന്നിട്ട് അതിന് മുമ്പുണ്ടായിരുന്ന പല സിസ്റ്റത്തിനോടും വന്നിട്ടുള്ള ഒരു റിബൽ പെട്ടെന്ന് യൂത്തിന് ഉണ്ടാവുമായിരുന്നു ശരിക്കും. അതിന് കാരണമുണ്ട്. കാരണം ഒരുപാട് അതിന് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് ഏകദേശം ഒരു 10-15 വർഷം കഴിയുന്ന സമയം തന്നെ ഈ ടെർമോയിലുണ്ടല്ലോ, ഒരു റിവൈവിങ് ആയിരുന്നു യൂറോപ്പ്, US അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വിയറ്റ്നാം വാറും അതിൻ്റെ പ്രശ്നങ്ങളും അങ്ങനെ ഒരു അവിടെയാണ് ഈ കംപ്ലീറ്റ് ബീറ്റിൽസ് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ വുഡ്സ്റ്റോക്ക് എന്ന് പറയുന്ന 68 ഒരുപാട് മ്യൂസീഷ്യൻസ് വന്ന് കൂടി ഒരു ജാം സെക്ഷനായി 3 ദിവസത്തെ. ദ ബിക്കെയിം ഹിസ്റ്ററി ആക്ച്വലി. ഒരു മ്യൂസിക്കിൻ്റെ റെവല്യൂഷൻ തന്നെ സംഭവിച്ചാണ്. ജിമ്മി ആൻഡ്രിക്സ്, ക്ലാരസ് സന്താന ഇവരൊക്കെ വന്ന് പ്ലേ ചെയ്യുന്നൊരു മ്യൂസിക്. ഇതൊക്കെ ഞങ്ങളുടെ സ്കൂൾ സമയത്ത് ഇത് കേട്ട് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് മ്യൂസീഷ്യൻസ് ലൈക്ക് പിങ്ക് ഫ്ലോയിഡ്, ഇതൊക്കെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്ത വളരെ കുറച്ച് ചിലപ്പോൾ മലയാളി ആൾക്കാരിലുള്ള ആൾക്കാരായിരുന്നു ഞങ്ങൾ. കാരണം അതിൻ്റെ ഒരു എക്സ്പോഷർ വേറെയാണത്. അത് നമ്മൾ വന്ന് പെടുവാണ്, നമുക്കത് ഇഷ്ടപ്പെടണം ആ മ്യൂസിക്. അപ്പോഴത് ജെല്ലായി കഴിഞ്ഞാലാണ് നമുക്കതുമായിട്ട് താരതമ്യപ്പെടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് കയറുള്ളൂ.
ആ ടൈമിലുണ്ടായ ഒരു ഭയങ്കര ഫേമസ് പാട്ടുണ്ട് ആക്ച്വലി ദ വാളിൽ വന്നിട്ട് വി ഡോണ്ട് നീഡ് യുവർ തോട്ട് കൺട്രോൾ ഡാർk sarcasm ഇൻ ദ ക്ലാസ് റൂം ഏയ് ടീച്ചർ ലീവ് യുവർ ചിൽഡ്രൻ അലോൺ മനസ്സിലായോ മീൻസ് ആക്ച്വലി ഇറ്റ്സ് എ സ്റ്റുഡൻറ്റ് പിങ്ക് ഫ്ലോയിഡിൻ്റെ ഒരു that we don't need your thought control basically. So there is dark sarcasm in the classroom. So teacher, leave your children alone. We are all in another brick in the wall. We are another brick in the wall. Okay. So basically this affected ഞങ്ങളെല്ലാം കുറേ പേരെ. നമ്മളതൊരു ഫിലോസഫി ആയിട്ട് തന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ അത് നമുക്ക് എന്തോ അത് റിബൽ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ മാറാം. സ്കൂളായാലും പ്രശ്നങ്ങളാണ്. നമുക്ക് ഈ സിസ്റ്റത്തിനോട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഗ്രൂപ്പുകളിൽ നമ്മൾ ആവേശം കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ മ്യൂസിക് കേൾക്കാനും അതിനനുസരിച്ചിട്ട് ജീവിക്കുന്ന രീതിയെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അതുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിയിൽ വന്നിട്ട് റോക്ക് ഗ്രൂപ്പുകൾ വന്ന ഒരു സമയമായിരുന്നു വന്ന്. സോ അങ്ങനെ ടോട്ടലി വന്നിട്ട് ഈ മ്യൂസിക്കും ഇതിൻ്റെ ലൈഫും ഒക്കെയാണ്. പിന്നീട് ഞാൻ പൂനെ പോകുമ്പോൾ എനിക്ക് അത് കൂടുതൽ മുമ്പെയൊക്കെ ആയിട്ടുള്ള ബന്ധം എന്നെ അത് കൂടുതൽ വളർത്തുകയും ആ ക്യാരക്ടറായിട്ട് ഞാൻ താരതമ്യപ്പെടും. അപ്പോൾ പൂനെയിലായിരുന്നപ്പോൾ ഒരുപാട് ഫോറിൻ സ്റ്റുഡൻസ് ഉണ്ട്, മനസ്സിലായില്ല. അപ്പോൾ എല്ലാവരുടെയും കൾച്ചർ നമ്മളുമായിട്ട് മിങ്കിളാവും. സോ ഐ വാസ് ഇൻ ലുക്ക് ലൈക്ക് ഐ മീൻ ലൈക്ക് ഒരു മല്ലു ലുക്കിലല്ലായിരുന്നു ജീവിച്ചത്. അപ്പോൾ അതെ സോ സിമ്പിൾ ആക്ച്വലി, വളരെ സിമ്പിളാണ്. ഞാന് പണ്ട് 6th or 7th എന്തോ പഠിക്കുമ്പോഴാണ് ഇടുക്കി ഗോൾഡ് റിലീസായത്. അപ്പം ഞാനും അമ്മയൊക്കെ എക്സാക്ട്ലി 10 years back. അപ്പം ആ സമയത്ത് ഇടുക്കി ഗോൾഡ് റിലീസാവുകയാണ്. റിലീസായപ്പോൾ ഇത് നമ്മൾ കാണുമ്പോഴത്തേക്കും സാറിനെ കണ്ടപ്പോൾ മൈ മോം ഗോട്ട് ലൈക്ക് സോ എക്സൈറ്റഡ്. അമ്മയച്ച് ഇത് രവീന്ദ്രൻ സാറല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പോൾ അമ്മ അമ്മ ആക്ടർ എനിക്കറിയില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു പണ്ടത്തെ ഭയങ്കര വലിയ ഡാൻസറാണ് എന്നൊക്കെ പറഞ്ഞാൽ അമ്മയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു സംഭവം പറഞ്ഞു തന്നത്. അപ്പോൾ അമ്മ അന്ന് പറഞ്ഞു തന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ദാറ്റ് സർ ഹീറോ ആയിട്ടും വില്ലനായിട്ടൊക്കെ തകർത്തിട്ടുള്ള ഒരാളാണ്. അപ്പം പിന്നീട് പക്ഷെ ആ ഒരു ബ്രേക്കിന് ശേഷം ഞങ്ങളുടെ ഒരു ജനറേഷൻ കണ്ടിട്ടുള്ള രവീന്ദ്രൻ സാറിൻ്റെ പ്രൊഫൈലിൽ സാറിൻ്റെ കരിയറിൽ ചൂസ് ചെയ്തിട്ടുള്ള റോൾസൊക്കെ കോമഡി നിറഞ്ഞ റോൾസാണ്. വൈ സർ? ഇത് ഇപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ലൈക്ക് നമ്മൾ ആ സമയത്ത് ആ ട്രെൻഡിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പപ്പയുടെ സുന്ദാപ്പൂസ് വരെ ഞാൻ പപ്പയുടെ സുന്ദാപ്പൂസിലൊക്കെ ഭയങ്കര ക്രൂരനായ വില്ലനായിരുന്നു. ആ കുട്ടീനെയൊക്കെ എടുത്തിട്ട് ഭയങ്കര എഫക്റ്റ്. അതോടുകൂടി ഞാൻ ഒരു ബ്രേക്ക് എടുത്തത് ആ പടം കഴിഞ്ഞാണ്. ഒരു ജനറേഷന് പീരീഡ് ഞാൻ അഭിനയിച്ചിട്ടില്ല. 90-ൽ ഇപ്പോൾ 92 കഴിഞ്ഞ് ജനിച്ച ആൾക്കാർ പിന്നെ എന്നെ കാണുക എന്ന് പറയുന്നത് ഏകദേശം ഇടുക്കി ഗോൾഡിൽ അതിന് മുമ്പുള്ള കിളിബോയിലാണ്. കിളിബോയാണ് ഒരു മണ്ണ് അനക്കിയിട്ടേന്ന് പറയാം. അതിന് മുമ്പ് ഞാനൊരു ചെറിയ റോൾ ചെയ്തായിരുന്നു, വന്നിട്ട് 101 വെഡിങ്. അപ്പോൾ അത്ര അധികം പോയില്ല. പക്ഷേ അത് ഞാൻ ഫെസ്റ്റിവൽ ചെയ്യുന്ന സമയത്ത് തന്നെയായിരുന്നു. അത് പെട്ടെന്ന് എനിക്ക് തോന്നുന്ന കലാഭവമണിക്ക് എന്തോ വരാൻ പറ്റും, പെട്ടെന്ന് എന്നെ വിളിച്ച് എനിക്ക് ആരാന്ന് എനിക്കറിയില്ല. കാരണം ലാസ്റ്റ് മിനിറ്റിലാണ് എന്നെ വിളിച്ചത്. എനിക്കറിയാം എൻഡിൽ വന്ന ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ് അത്. ഞാൻ ഫിലിം ഫെസ്റ്റിവൽ ചെയ്യായിരുന്നു അന്ന്. അങ്ങനെ സ്ഥിരമായിട്ട് അഭിനയമൊന്നുമില്ല. ആ സമയത്ത് വന്നാണ് കിളിപോയി. പക്ഷേ ഇടുക്കി ഗോൾഡ് എനിക്കൊരു റിയൽ റോളായിരുന്നു. അത് എന്നെ അഭിനയിക്കാൻ വേണ്ടി തന്നെ വിളിച്ചായിരുന്നു. സോ ഐ വാസ് ഗെറ്റിംഗ് പ്രിപ്പയർഡ് ഫോർ ദാറ്റ് ആക്ച്വലി. ഓക്കെ, നൗ ഐ ആം ഗോയിങ് ടു ആക്ട്. മറ്റതെന്ന് പറയുന്നത് ഞാൻ ഫെസ്റ്റിവൽ ചെയ്യുന്നതിന് ഇടയ്ക്ക് ഒന്ന് പോയി തല കാണിച്ചിട്ട് തന്നെ കിളിപോയും അതേപോലെ തന്നെ ഒരു ഡിസ്കോ ഡഗ്ലസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കൊച്ചി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കറക്റ്റ് ഒരു 3 ദിവസം പോയി, ചുമ്മാ പോയി. ബട്ട് ബേസിക്കലി മൈ മെയിൻ എയിം വാസ് ഈ ഫെസ്റ്റിവൽ. ബട്ട് ആഫ്റ്റർ ദ ഫെസ്റ്റിവൽ ആക്ച്വലി വന്നിട്ട് സമയത്താണ് എനിക്ക് ഇടുക്കി കൊണ്ട് കിട്ടിയത്. അത് ആംബർ ഓഫ് ടൈം പോയി. കാരണം ശ്യാം പുഷ്കർ വന്ന് ദിലീഷ് പോത്തനും ദിലീഷ് നായരും വന്നിട്ട് ഈ കഥയുടെ എൻ്റെ അടുത്ത് പറയുകയാണ്. അഫ്കോഴ്സ് ശ്യാം പുഷ്കർ അന്ന് ഞാൻ മറന്നുമായിരുന്നു, അതിനു മുമ്പ് വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. ഞങ്ങൾ ഈ സിനിമയുടെ ചർച്ചയും എപ്പോഴും ഉള്ളതുകൊണ്ട് ഒരുപാട് പേര് എപ്പോഴും മിക്കവാറും സിനിമ താല്പര്യമുള്ളവർ തുടക്കകാലത്ത് ഞാനുമായിട്ട് എൻ്റെ ഫെസ്റ്റിവലുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോയ ഒരുപാട് പേര്. അപ്പോൾ അങ്ങനെ ആണ് ഈ ഇടുക്കി ഗോൾഡ് ചെയ്യാൻ. ദാറ്റ്സ് എ റിയൽ. ഞാൻ രണ്ടാമത് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒരു ആക്ടർ ഇവിടെ ഉണ്ട് എന്ന് പുതിയൊരു ജനറേഷന് മനസ്സിലാക്കാൻ പറ്റിയൊരു സിനിമ ഇടുക്കി ഗോൾഡ് തന്നെയാണ്. യെസ്, നോ ഡൗട്ട്.
അത് എന്ന് പറഞ്ഞാൽ ഇടുക്കി ഗോൾഡിന് മുമ്പുള്ള എന്നെ പിന്നെ അന്വേഷണമായി. അപ്പോൾ ഇടുക്കി ഗോൾഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ആ റോള് എനിക്ക് സൂട്ടായതുകൊണ്ട് ജനം അതിനെയാണ് എടുത്തത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലേവറുള്ള റോളുകൾ മുഴുവനും എനിക്ക് പിന്നെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി. ലൈക്ക് മംഗ്ലീഷിലായാലും ശരി, കെട്ടുകുള മാലാഖയിലായാലും ശരി, ഈവൻ ഞാനിപ്പോൾ റിലീസ് ആകുമ്പോൾ DNA-യിലും അത് തന്നെയാണ്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാൽ ഷൈനികത്തിൻ്റെ ഏകദേശം അറിയാം. ഞാൻ അതിലിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പടങ്ങൾ വരുന്ന പടങ്ങളിലെ എല്ലാ പടങ്ങളും ഞാനപ്പോൾ എടുക്കില്ല, കാരണം ഇതേ ജോണർ തന്നെയാണല്ലോ. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ വേറെ കളറാണ് നമ്മൾ ചെയ്യുന്നത്. യെസ്, ഐ ആം വെയിറ്റിംഗ് ഫോർ ഒരു ടഫ് വില്ലൻ, എൻ്റെ പപ്പടസം തപ്പുസ് പോലെ എന്ന് പറഞ്ഞിട്ട് ആ സാധനം ചെയ്യാനായിട്ട്. ഓഫ് കോഴ്സ് ഐ ആം വെയിറ്റിംഗ്, ഞാൻ ചെയ്യും. അതാണെന്ന് പറഞ്ഞാൽ സി ലൈക്കണമല്ലോ അതിൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി വെൻ യു ഡു എ ഫിറോഷ്യസ് വില്ലൻ, മനസ്സിലായോ, യുവർ ബോഡി എക്സ്പാൻഡ് ആക്കാം നമുക്ക്. മറ്റേ നമ്മൾ നടത്തി ഒരു ഫോമിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമില്ല, നമുക്കത് ഭയങ്കര സാധനം. അപ്പം നമ്മൾ ശരിക്കും ആ ഒരു എനർജി നമ്മളിലേക്ക് കിട്ടും, നമുക്ക് അങ്ങനത്തെയൊക്കെ ചെയ്യാൻ പറ്റുമ്പോഴത്തേക്ക് ആ എനർജീനെയാണ് വെയിറ്റ് ചെയ്യണത്. നോക്കട്ടെ. ഞാൻ ഇപ്പം നേരത്തെ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അന്ന് അമ്മ രവീന്ദ്രൻ സാറിനെ പറഞ്ഞത്, അപ്പം അമ്മ മുന്നിൽ ചേർത്തിരുന്ന വേറൊരു വാക്കുണ്ടായിരുന്നു, ഇത് നമ്മൾ ഡിസ്കോ രവീന്ദ്രൻ സാറല്ലേ എന്ന് പറയുന്നത്. ആക്ച്വലി എന്താ പറഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്. ഞാൻ രണ്ട് തരത്തിൽ എന്നെ വിളിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ കോട്ടയത്തിന് അപ്പുറത്തുള്ള ആൾക്കാർ എന്നെ മദ്രാസിലെ മോൻ എന്നാണ് വിളിക്കണം. മദ്രാസിലെ മോൻ, അതൊരു ഫേമസ് ഫിലിമായിരുന്നു. മദ്രാസിലെ മോൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം നമ്മുടെ ഇവിടെ ജീവിച്ചിരുന്നൊരുത്തൻ്റെ കഥയാണ്. ഒരു യങ് ബോയ്സിനോ അവർ വന്ന് കൊലപാതകരാവുന്നതും അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ഭയങ്കര അന്നത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മർഡർ കേസാണ്. അപ്പോൾ അതിൽ കൊലപാതകിയെ കണ്ടുപിടിക്കാണ്ടായ ഒരു കീവേഡ് മദ്രാസിലെ മോൻ എന്നുള്ളതാണ്. അപ്പോൾ ആ പടത്തിൻ്റെ പേരും അത് തന്നെയാണ്. അത് ഞാൻ ചെയ്യുകയും ചെയ്തു. ദ ഐറണി ഈസ് ആക്ച്വലി ഈ ആക്ച്വൽ മദ്രാസിലെ മോനില്ലേ, അവനും ഞാനും ഫ്രണ്ടായിരുന്നു. അപ്പോൾ അല്ല ലൈക്ക് അങ്ങനെ അടിപിടി കൂടുന്ന അടിപിടിയായിട്ട് ജീവിച്ചിരുന്ന എനിക്കൊരു ഫ്ലാഷ് ബാക്കും ഉണ്ട് ഈ സിനിമയുടെ ഒപ്പം തന്നെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കൂട്ടായിരുന്നത്. അതിനും ഒരു 3 മാസം മുമ്പ് ഞങ്ങൾ രണ്ടും സെപ്പറേറ്റ് ആവുകയും ഇവൻ കൊലപാതകയാവുകയും ആ റോള് ഞാൻ അഭിനയിക്കുകയും ചെയ്തതാണ് മദ്രാസിലെ മോൻ. വളരെ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നത് 2007-2008 കാലഘട്ടത്തിൽ മനോരമ ഇത് മനസ്സിലാക്കിയിട്ട് എന്നെയും കൊണ്ട് വന്നിട്ട് ഇപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര ഒരു ഓർഫനേജ് നടത്തുക. അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്യുകയും ഞങ്ങൾ തമ്മിലുള്ള പഴയ കാല ചരിത്രങ്ങളെല്ലാം അത് അവർ ഒരു സംഭവമാക്കി മാറ്റിയായിരുന്നു. അത് ഭയങ്കരമായിട്ട് വളരെ ഹിറ്റായ ഒരു സാധനമാണ് അത്. സർ, ആക്ച്വലി ഈ ഇൻ്റർവ്യൂവിൽ നമുക്ക് കുറേ ഗസ്റ്റുകൾ വരുമ്പം എനിക്ക് അവരുടെ അടുത്തൊക്കെ നമ്മുടെ മലയാളത്തിലെ ബിഗ് എംസ്, അതായത് മമ്മൂക്ക മോഹൻലാലിൻ്റെ ഒപ്പമുള്ള ഓർമ്മകളും എക്സ്പീരിയൻസും ഒക്കെ ചോദിക്കാനായിട്ട് എനിക്ക് എല്ലാവരുടെ അടുത്തും പറ്റാറുണ്ട്. പക്ഷേ ഇപ്പോൾ സർ വന്നിരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഗോൾഡൻ ചാൻസ് വെർ വി കൻ ആസ്ക് അബൌട്ട് യുവർ എക്സ്പീരിയൻസ് വിത്ത് കമലഹാസൻ സർ ആൻഡ് രജനി സർ. കാരണം അങ്ങനെയുള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വരാറുള്ളൂ. ഞാൻ അതിൽ ഏറ്റവും ആദ്യം തുടങ്ങേണ്ട ആക്ച്വലി വന്നിട്ട് നമ്മൾ സിനിമയിൽ കൂടുതൽ നിങ്ങൾ അറിയേണ്ട ഒരാൾ ശിവാജി ഗണേശൻ സാറാണ്. അന്ന് മിക്കവാറും അന്ന് അഭിനേതാക്കളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ശിവാജി സാർ ഉണ്ടാക്കിയിരിക്കുന്ന മാർക്ക് അതിലേക്ക് എത്രത്തോളം എത്താൻ പറ്റും എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ബെഞ്ച് മാർക്ക് പോലെ. അതൊക്കെ ഇപ്പോൾ 9 ക്യാരക്ടർ നവരസങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഈ 9 ഡിഫറെൻറ്റാണ്. പുള്ളിയോറ്റി സിനിമയിൽ 9 ക്യാരക്ടർ. അപ്പോൾ എല്ലാവരും ആ സമയത്ത് ഞങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് അഭിനയിക്കാനായിട്ടുള്ളൊരു ചാൻസ്. ആദ്യത്തെ പടം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പൂജ വരെ പോയുള്ളൂ. എനിക്ക് തോന്നിയ മിക്കവാറും അത് പ്രശ്നമായിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഞാൻ കാണുമ്പോൾ ഇദ്ദേഹം ഭയങ്കര ഒരു മഹാമേരുമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ബാലാജി സാർ എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന പൂജയ്ക്ക്. അപ്പോൾ എൻ്റെ പേരൊക്കെ വെച്ചാൽ അഡ്വർടൈസ് ചെയ്തു, കാര്യം അഡ്വാൻസൊക്കെ മേടിച്ചായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനൊരു സെറ്റപ്പ് നമുക്കറിയില്ല. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന ഒരുത്തനാണ്, കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞങ്ങൾ ശിവാജി സാർ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോഴൊന്നും നമ്മൾ അങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്. പക്ഷേ അതല്ല സെറ്റിലേക്ക് വരുമ്പോൾ ഉള്ള ശിവാജി സാർ. അവിടെ എങ്ങനെയായിരുന്നു അദ്ദേഹം ഒരു ഭയങ്കര ഒരു ഓറൊക്കെ ആയിട്ട് അദ്ദേഹം ഇരിക്കുന്ന ആ കട്ടിലിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ബാലാജി സാർ വരെ ഇങ്ങനെ പോകണം. അപ്പോൾ ഞാനിതിനകത്ത് എങ്ങനെ നമ്മളവിടെ ഈ പരിസ്ഥിതിയിൽ സെറ്റാവുമെന്ന് എനിക്കൊരു പേടിയാവും.
ബാലൻ സാർ അന്ന് പുള്ളി എന്നെ വിളിച്ചിട്ട് അയാളെ വഴക്ക് പറഞ്ഞു, നീ എന്ത് ഈ കാണിക്കണേ, നീ തിരിച്ചു. ഞാൻ പറഞ്ഞു, പക്ഷേ നമ്മളെ കൊണ്ട് അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ആ അറ്റ്മോസ്ഫിയറിൽ നിന്നല്ലായിരുന്നു ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നത്. ഞങ്ങൾ വളരെ ജോളിയായിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് എങ്ങനെ നിൽക്കണം എന്ന് തന്നെ ഒരു കോഡ് വേണ്ടിയിരിക്കണം. സാർ ഇപ്പം രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കമൽഹാസൻ സാറിൻ്റെയും രജനി സാറിൻ്റെ കൂടെ. ഒരു ഡിഫറൻസ് രണ്ടുപേരെയും കൂടെ വർക്ക് ചെയ്യുന്നത് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കുഡ് യു സേ? കമലിന് സാറ് വളരെ സീരിയസ് ആയിട്ട് ഇൻ്റലക്ച്വലായിട്ട് കാണാം. അതേസമയത്ത് രജനി സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വരവ് പെട്ടെന്നായിരുന്നു. ജനത്തിന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് ഇഷ്ടമാവുകയാണ്. ജസ്റ്റ് ഒരു ചെറിയ സീനിൽ വന്നാണ് കെ ബാലചന്ദ്ര സാറിൻ്റെ. ഞാനൊക്കെ കെ ബാലചന്ദ്ര സാറിൻ്റെ സ്കൂളിൽ നിന്ന് കൂടി വന്ന ഒരാളും കൂടി തന്നെ പറയാം. അപ്പോൾ ഇവരൊക്കെ അതിൽ നിന്ന് വന്നവർ തന്നെയാണ്. ഒരുപാട് വർക്ക് ചെയ്യുന്നവരാണ് അവരവരുടെ രീതിയിൽ. അപ്പോൾ രജനി സാറിനെ സംബന്ധിച്ചോളം വന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തപ്പോൾ അദ്ദേഹം ആ സമയം തൊട്ട് ഞാൻ വരുമ്പോൾ അദ്ദേഹം സ്പിരിച്വാലിറ്റിയിലേക്ക് മാറിക്കഴിഞ്ഞു. ഒരാൾ ഇൻ്റലക്ച്വൽ സൈഡിൽ, ഒരാൾ സ്പിരിച്വൽ. ഈ രണ്ടിൻ്റെയും ഡിഫറൻസുകൾ ഈ രണ്ടുപേരുടെ ആയിട്ട് നമ്മൾ വന്നിട്ട് ഇടപെടും. ഇപ്പോൾ അടുത്ത വാരിസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു മേക്കപ്പ് റൂമായിരുന്നു, രജനി സാർ ഞാൻ. അപ്പോൾ രജനി സാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വന്നിട്ടുള്ള ഒരു ലൈഫിനെ ഭയങ്കര ഫിലോസഫിക്കലായിട്ട് കാണുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ ചിലപ്പോൾ പുള്ളി നമ്മളെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളി വർത്തമാനം പറഞ്ഞതെല്ലാം അകത്തേക്ക് ഉണ്ടാകുന്ന ഈ ലൈഫിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഉപദേശമൊക്കെ നന്നായിട്ട് ഭയങ്കരമായിട്ട് പറയും. അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ റോൾ എടുക്കുമ്പോൾ ചെയ്യേണ്ടതെന്നൊക്കെ ആയിട്ട്. കമൽഹാസനായിട്ടുള്ള സംസാരം എന്ന് പറയുന്നത് തമാശകളും അദ്ദേഹത്തിൻ്റെ മറ്റു കഥകളും, അതേ സമയത്ത് പുള്ളി ഷൂട്ടായിട്ട് പുള്ളിയുടെ കാര്യങ്ങളെ വളരെ ഇൻ്റലക്ച്വലായിട്ട് കാര്യങ്ങളെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചിട്ടും പുള്ളി ചിന്തിക്കുന്ന ഒരാളായി വന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറൊരു ഫോമിലേക്ക് നമുക്ക് രജനി സാറിൻ്റെ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേസമയത്ത് കമൽഹാസൻ സാറിൻ്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോഴത്തേക്കും നമ്മൾ വളരെയധികം ഇതിനകത്ത് നമുക്ക് സ്റ്റൈലിനായിട്ട് മാത്രമാണല്ലോ ശരിക്കും വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ബോഡി ലാംഗ്വേജിനെ നമ്മൾ അറിയണമെങ്കിൽ, ഇപ്പോൾ രജനി സാറിൻ്റെ പടത്തിൽ നമ്മൾ അഭിനയിക്കുമ്പോഴത്തേക്കും നമ്മളും അറിയണം ജനത്തിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ അത് മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിനകത്തൊരു കോംപ്ലിമെൻ്ററി ആക്ഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇദ്ദേഹത്തിനെ ആകുമ്പോൾ ഇദ്ദേഹം ഭയങ്കര ഇൻ്റലക്ച്വലായിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കുറേയും കൂടി ഷാർപ്പായിരിക്കണം. നമ്മുടെ ഓരോ ചലനങ്ങളിലും നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ജനങ്ങളെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കുകയാണെന്നുള്ളത് സാധനത്തിന് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടിയിരിക്കണം. മനസ്സിലായില്ലേ? ഇവരുടെയൊക്കെ വരുന്ന ഒരു വിഷയം അതാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് പ്രയാസമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന നമ്മളൊരു ശിവാജി സാറിൻ്റെ കൂടെ പിന്നെ ഞാൻ അഭിനയിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് അതിനകത്ത് ചൂടാവുന്ന സീനൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഒതുങ്ങിയേ ചെയ്യുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ മറ്റിവരോട് ചെയ്യുന്ന പോലെ വന്ന് നമ്മൾ എടുത്ത് കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബേസിക്കലി ആ സമയത്ത് തന്നെ ഭയങ്കര ഹൈയിൽ പൊസിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇൻഡസ്ട്രി, ഭയങ്കര ഹൈയിൽ. ഏകദേശം ഇവരുടെ ഒപ്പം തന്നെ നിൽക്കുന്ന രീതിയിൽ തന്നെ എനിക്ക് ഇമ്പോർട്ടൻസ് തന്നിരുന്നു. ഇപ്പോൾ ലൈക്ക് മലയാളത്തിൽ ശരിക്കും ഇപ്പോൾ ഐ വി ശശിയുടെ കൂടെ ഞാൻ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐ വി ശശി ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ ശശിയുടെ സിനിമ എന്ന് പറയുന്നതിനെ ഒരുപാട് ശ്രദ്ധയോടുകൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ കാണേണ്ടതാണ്. കാരണം ഐ വി ശശിയേട്ടൻ്റെ പല തരത്തിലുള്ള പല ജോണറിലുള്ള സിനിമകൾ എടുത്തിട്ടുണ്ട് ശശിയേട്ടൻ. ഇപ്പോൾ ഈ നാട് തന്നെ, ഈ നാട് അവരുടെ ഒരു കോമ്പിനേഷനിൽ ആദ്യമായിട്ട് ഒരു ഹീറോ ഇല്ലാത്ത പടം. ഇപ്പോൾ പറയുന്നില്ല ആവേശത്തിലൊന്നും ഹീറോയിൻ ഇല്ല, അല്ലെങ്കിൽ ടർബോ, അതിലൊരു ഹീറോയിൻ ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിലൊരു ഹീറോ പോലുമില്ല. മലയാള സിനിമയിൽ അന്ന് ആദ്യമായിട്ടൊരു ഹീറോ ഇല്ലാത്ത ഒരു പടം തന്നെ വന്നത് തന്നെ പറയാൻ വന്നിട്ട് ഇനിയെങ്കിലും ഈ നാട് എന്നൊക്കെ പറയുന്ന പടമാണ്. ഈ നാട്ടിൽ ഇപ്പോൾ ആരാണ് ഹീറോ എന്ന് ചോദിച്ചാൽ ആരാണെന്നല്ല, എല്ലാം ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അന്നത്തെ ഒരു സമകാലിക പൊളിറ്റിക്സിൻ്റെ കാര്യങ്ങളെടുത്ത് ഇനിയെങ്കിലും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും വന്നിട്ടുള്ളതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത്. അങ്ങനെ ശശിയേട്ടൻ ഒരുപാട് വ്യത്യസ്തമായ എല്ലാ റൈറ്റേഴ്സിൻ്റെ കൂടെ വന്ന ജോൺ പോളിൻ്റെ ചെയ്തിട്ടുണ്ട്, ലോഹിതദാസിൻ്റെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് പപ്പേട്ടൻ്റെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ശശിയേട്ടൻ ശരിക്കും എന്ന് പറയുന്നത് വളരെ നല്ല ക്രാഫ്റ്റ്മാനായിരുന്നു. ഈ വാസ് എൻ ആർട്ടിസ്റ്റ് ആക്ച്വലി. അപ്പോൾ ഞാൻ പറഞ്ഞ ശശിയേട്ടൻ അങ്ങനത്തെ ഒരു
വ്യത്യസ്ത മുഖങ്ങളുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത ജോണറിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കഥകളെ വന്നിട്ട് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ശരിക്കും എന്തുകൊണ്ടോ അദ്ദേഹത്തിനെ റീഇൻവെൻറ്റ് ചെയ്യാനായിട്ട് ഇന്ന് ഫിലിം സ്റ്റഡീസിൻ്റെ ഒരു ഭാഗമാക്കേണ്ടതായിട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും വന്നിട്ട്. ഐ.വി. ശശിയുടെ സിനിമകൾ, അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റ്, അദ്ദേഹം മനസ്സിലാക്കിയെടുത്തത്, അദ്ദേഹം വന്ന ഒരു സ്ഥലം, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിൻ്റെ എക്സ്പോഷർ അതിൽ നിന്നുകൊണ്ട് മനസ്സിലായി. കാലിക്കറ്റ് നിന്ന് വന്ന ഒരു ആർട്ട് ഡയറക്ടർ വരയ്ക്കുന്ന കുട്ടി, അതിൽ നിന്നുകൊണ്ട് അദ്ദേഹം വന്ന് പല ഡയറക്ടേഴ്സിൻ്റെയും വന്നിട്ടുള്ള അസോസിയേറ്റ് പോലെ വന്ന് ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് സ്വന്തം പടം ചെയ്തത്. അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് പഠിച്ചെടുത്ത ഒരുപാട് പാഠങ്ങൾ, അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടുവന്നിരുന്ന സിനിമാറ്റിക് സ്റ്റൈലുകൾ, അദ്ദേഹം ഒരു സീനെ ക്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ രീതികൾ, ആ ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി അതിനകത്തേക്ക് വന്നിരുന്ന ക്യാമറ മൂവ്മെൻറ്റും ക്യാമറയുടെ പൊസിഷൻസും ക്യാമറ എങ്ങനെയൊക്കെ കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ചിട്ട് ഒരുപാട്. കാരണം ഈ വാസ് ആക്ച്വലി വിഷ്വലി ഇൻഫ്ലുവൻസ്ഡ് പേഴ്സൺ ആയിരുന്നു. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ബെഹ്റിൻ ഫെസ്റ്റിവലിനെ പറ്റി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാറുണ്ട്. ഞാൻ 2018-17 ആദ്യമായിട്ട് ബെഹ്റിനിൽ പോയത്. ദെൻ ദാറ്റ് ടൈം ഞാൻ ബെഹ്റിനെ വളരെയധികം ഇഷ്ടപ്പെടാനുള്ള കാരണം ഒരു 5000 years ഡെൻമൻ കൾച്ചറുള്ള ഒരു സ്ഥലമാണ്. അവിടെ നിങ്ങൾ ബെഹ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2000 വർഷം പഴക്കമുള്ളൊരു ബെറിയൽ ഗ്രൗണ്ട് ഉണ്ട്. ആ ബെറിയൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാർ മരിക്കാൻ ബെഹ്റിൻ തിരഞ്ഞെടുത്തിരുന്നത്. ഇത് അതൊരു പുണ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ചെന്ന് അവിടുത്തെ ഒരു ഫിലിം ഫെസ്റ്റിവലുണ്ട്, ഞങ്ങൾക്ക് ഒരു 5-10 ലക്ഷം രൂപയുടെ വന്ന അവാർഡ് കൊടുക്കുന്ന പൈസയുടെ അവാർഡ്, വലിയ കേരളത്തിന് നോക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിന് ഏറ്റവും വലിയ പൈസ കൊടുക്കുന്നൊരു സാധനമുണ്ട് നമ്മുടെ കയ്യിൽ എക്യുപ്മെൻറ്റ്സായിട്ട്. അപ്പോൾ ആ ഫെസ്റ്റിവൽ നമ്മൾ അവിടെ അരങ്ങേറാനുണ്ട്. ഞാൻ അവിടെയുള്ള മറ്റ് രാജ്യങ്ങളിലുള്ള സിനിമകളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടും അതും ഇവിടുത്തെ ഷോർട്ട് ഫിലിമുകളെ നമ്മളുണ്ടാക്കിയപ്പോൾ ഷോർട്ട് ഫിലിമുകളുമായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ അതിപ്പോൾ പെൻഡിങ്ങാണ്. ഞാനിപ്പോൾ ചെന്ന ഉടനെ തന്നെ അതിൻ്റെ പരിപാടികളിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഹാൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കേണ്ട ഒരാവശ്യം വന്നത്. അപ്പോൾ ഞാൻ ഹാലിലേക്ക് അഭിനയിക്കാൻ വന്ന് ഞാൻ തിരിച്ചു പോയി. ഇനി എൻ്റെ ഫെസ്റ്റിവലിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, അതിനിടയ്ക്ക് ഹാലും കൂടി ചെയ്യും. അല്ല, വരാനിരിക്കുന്ന പടം DNA ചെയ്തതിന് ഹാല്. ഞാനിപ്പോൾ ഈ 14-ാം തീയതി എൻ്റെ റിലീസാവുന്ന പടം വന്നിട്ട് DNA. ഓക്കെ, അപ്പം സാർ എന്തായാലും എല്ലാ പ്രോജക്ട്സിനും വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റിംഗ്. ആ ഫിലിം ഫെസ്റ്റിവലൊക്കെ ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ട് അങ്ങനെ പോട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു, മൈ പ്ലഷർ.